കണ്ണൂർ ടൗൺ SHO കർണപുടം അടിച്ച് തകർത്തുവെന്ന പരാതി ഉയർന്നു. ടൗൺ CA ശ്രീജിത്ത് കൊടേരിക്കെതിരായിട്ടാണ് ഈ പരാതി വന്നിരിക്കുന്നത്. 2017 ശ്രീജിത്ത് വളപട്ടണം SI ആയിരിക്കുമ്പോഴായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം. മർദ്ദനത്തിൽ 35% കേൾവിശക്തി തകർന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് പരാതിക്കാരൻ അഷറഫ് 24-നോട്. ലോക്കപ്പിൻ്റെ അടുത്ത റൂമിലിങ്ങനെ എന്നെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ SI ശ്രീജിത്ത് കൊടേരി അന്ന് വളപട്ടണത്തെ SI ആണ്. അയാൾ കയറി വന്ന് എൻ്റെ 2 കൈ കൊണ്ട് എൻ്റെ ചെവി 2 അടക്ക അടിച്ചു. അയാൾ അടിച്ചപ്പോൾ തന്നെ എനിക്ക് ചെവിയിൽ നിന്ന് മൂളിച്ചൊക്കെ ഒന്നുമില്ല, പ്രകോപനമില്ല, ഒന്നും സംസാരിക്കാതെ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അടിക്കല്ല, എനിക്ക് നോമ്പുണ്ട്. അന്ന് നോമ്പാണ്, രണ്ടാമത്തെ ദിവസം നോമ്പുണ്ട് സാറേ അടിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്തൊക്കെയോ ചീത്തയൊക്കെ പറഞ്ഞ അയാൾ എന്നെ കുനിച്ച് പുറത്തൊക്കെ അടിച്ചു, മുതുക്കത്തൊക്കെ അടിച്ചു. എന്നെ തൊയ്ക്കാൻ പോകുമ്പോൾ ഞാൻ കയറി കാല് പിടിച്ചിട്ട്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ശരിക്കും നമ്മോട് സംസാരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഔദ്യോഗികമായി പരാതി കൊടുക്കുക, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് എന്തെങ്കിലും വിവരം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അഷറഫിൻ്റെ പരാതിയിൽ ഒരു കേസ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നുണ്ട്. ശ്രീജിത്ത് കൊടേരിക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ വിചാരണ ഇപ്പോൾ കണ്ണൂർ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. 2017 ജൂൺ 2-നാണ് ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്. നാറാത്ത് സ്വദേശിയാണ് അഷറഫ്, പരാതിക്കാരൻ. ശ്രീജിത്ത് കൊടേരി അന്ന് വളപട്ടണം SI ആയിരുന്നു, ഇപ്പോൾ കണ്ണൂർ ടൗൺ SHO ആണ്. ഈ നാറാത്ത് സ്വദേശിയായിട്ടുള്ള അഷറഫ് വാടകയ്ക്കൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. കോട്ടക്കുന്ന് എന്ന് പറയുന്ന കണ്ണൂർ കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടകയ്ക്കൊരു വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു. അതിൻ്റെ വാടകയുമായി ബന്ധപ്പെട്ട് ആ കെട്ടിടത്തിൻ്റെ ഉടമയുമായി ഒരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിൽ ഈ അഷറഫിനെതിരെ ഒരു പരാതി ഉടമ നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഷറഫിനെ ഈ വർക്ക്ഷോപ്പിലെത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ സമയത്ത് പരാതി മാത്രമാണ്, അഷറഫിനെതിരെ കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ അതിനുശേഷം സ്റ്റേഷനിലെത്തിച്ച ശേഷം യാതൊരു പ്രകോപനവുമില്ലാതെ ഈ അഷറഫിനെ അന്നത്തെ വളപട്ടണം SI ആയിട്ടുള്ള ശ്രീജിത്ത് കൊടേരി വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് അഷറഫിൻ്റെ പരാതിയിൽ പറയുന്നത്. 2 ചെവിയിലും ആഞ്ഞടിച്ചു. അതിനുശേഷം ഈ ലോക്കപ്പിന് സമീപത്ത് വെച്ച് ക്രൂരമായി മർദ്ദനത്തിനിരയായി, ദേഹമാസകലം മർദ്ദനത്തിനിരയായി 35% ഈ കേൾവി നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നതാണ് അഷറഫിൻ്റെ പരാതിയിൽ പറയുന്നത്. അന്ന് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീടാണ് അഷറഫ് കോടതിയെ സമീപിച്ചത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ശ്രീജിത്ത് കൊടേരിക്കെതിരെ കേസെടുക്കുകയും ഇപ്പോൾ ആ കേസ് നടക്കുകയും ചെയ്യുന്നത്. ഈ ശ്രീജിത്ത് കൊടേരിയുടെ പശ്ചാത്തലം കൂടി പറയേണ്ടതുണ്ട്. നിരവധി പരാതികൾ ഇതിന് സമാനമോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതികളോ ഈ ശ്രീജിത്ത് കൊടേരിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഈ സമീപത്ത് തന്നെ ഒരു വ്യവസായിയിൽ നിന്നും ഉപഹാരം കൈപ്പറ്റുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് തല അന്വേഷണവും ശ്രീജിത്ത് കൊടേരിക്കെതിരെ നടന്നിരുന്നു. പക്ഷേ അതിലൊന്നും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിലും കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു എന്നതിനപ്പുറത്തേക്ക് വകുപ്പ് തലത്തിൽ DGPക്ക് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അതിൽ വകുപ്പ് തലത്തിലുള്ള നടപടി ഉദ്യോഗസ്ഥരെതിരെ ഉണ്ടായില്ല എന്നതാണ് അഷറഫിന്റെ പരാതിയിൽ പറയുന്നത്. എന്തായാലും കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രൂര മർദ്ദനം, ഇപ്പോഴും കേൾവി 35% നഷ്ടപ്പെട്ടു. അതിൽ നീതി ലഭിക്കും, കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അഷറഫ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.